ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇടാൻ പോണേ. അപ്പോൾ നമുക്കിന്ന് ഫയർ ബോൾ അറ്റാക്കാണ് ഗൈസ് ചെയ്യാൻ പോണേ. ആദ്യം തന്നെ നമുക്ക് ഏത് ടൗൺ ഹാൾ 18 മാക്സ് കിട്ടുമോ അതിനെ കയറി നമ്മൾ അറ്റാക്ക് ചെയ്യാനാണ് പോകണം. നേരത്തെ തന്നെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഷിറ്റ് പറഞ്ഞ് തീർന്ന മുമ്പേ നമുക്കൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഈ ബേസ് ബേസിക്കലി അത്യാവശ്യം കുറച്ച് ടാസ്ക് ബേസ് ആണ് ഇത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ബേസാണ് നമ്മൾ ഇന്ന് അറ്റാക്ക് ചെയ്യാൻ പോകണം. നേരെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഇറക്കിയിട്ടുണ്ട്. ഫുൾ നമ്മുടെ ഹീലേഴ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ ഗ്രാൻഡ് വാർഡൻ അത്യാവശ്യം ഒരു ഡാമേജ് കിട്ടി പോകുന്നുണ്ട്. വലിയ സീനൊന്നുമില്ല. ഗ്രാൻഡ് വാർഡൻ്റെ ഫയർ ബോൾ നമുക്ക് ഇങ്ങ് നടുക്കത്തെ ആ ബിൽഡിങ്സിൽ എത്തിക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. എത്രത്തോളം വർക്കാവും എന്ന് പറഞ്ഞൂടാ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഇപ്പോൾ പുറത്തുള്ള ബിൽഡിങ്സിനെയാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യണേ. വലിയ സീനൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ അടുത്തൊരു ബോംബ് ടവർ. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു റിവെഞ്ച് ടവർ പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനി അറ്റാക്ക് തുടങ്ങാനുള്ള സമയമായി ഗൈസ്. ഒരു ഇൻവി അവിടെ ഇട്ടു, ഒരു ഇൻവി ഇവിടെ ഇട്ടു, ഒരു ഇൻവി ഇപ്പുറത്തിട്ടു. ഗ്രാൻഡ് വാർഡൻ ഫയർ ബോൾ കൊടുത്തു. ഗ്രാൻഡ് വാർഡൻ ഫയർ ബോൾ പെർഫെക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ബേസിക്കലി ആ ഏരിയയിലുള്ള ബിൽഡിങ്സ് എല്ലാം തീർന്നിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ അറ്റാക്ക് ഏത് വഴി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു മീറ്റിയർ ഗോൾ ഇറക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡനെ നമ്മൾ തിരിച്ച് നമ്മുടെ പാർത്തിലോട്ട് വലിച്ച് എടുക്കുകയാണ്. ഇവിടെ ഫുള്ള് മീറ്റിയർ ഗോൾ ഇറക്കി, ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കിങ് ഇപ്പുറത്ത് ഇറക്കണം. അതിന് മുമ്പേ ക്ലാൻ കാസ് സി ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. കിങ് ഈ സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി വലിയ ഡാമേജ് വലിയ സീനൊന്നും ഇല്ലാതെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഇതാ പോയിസൺ സ്പെല്ല് വീണിട്ടുണ്ട്. അത് കുറച്ച് ടാസ്ക്കാണ്. നമ്മളെ അപ്രൻഷ്യൻറ്റി എന്തോ ഒരു ടൈപ്പ് ഗ്രാൻഡ് വാർഡൻ ഉണ്ടല്ലോ, ആ വാർഡൻ്റെ ഒരു ചെറിയ സാധനം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. സോ നോ സീൻ. ഓക്കെ, നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ ഫയർ സ്പിറ്ററിൻ്റെ അവിടെയാണ് ഞാൻ ഒരു റൂട്ട് ഇട്ടിട്ടുള്ളത്. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ഹീലേഴ്സ് ഇപ്പോൾ ഡാമേജ് ഷിറ്റ്. ഓക്കെ, നമ്മുടെ ഹീലേഴ്സ് തീർന്നിട്ടുണ്ട്. അത് സീനില്ല. നമുക്ക് എന്തായാലും ബാക്കിയുള്ള അറ്റാക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. റോയൽ ചാമ്പ്യൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിസൺ ആ മിനിയൻ പ്രിൻസിന് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോയൽ ചാമ്പ്യൻ അത്യാവശ്യം അവിടെ ഡാമേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, വലിയ സീനൊന്നുമില്ല. സ്റ്റിൽ നൗ ഒരു സീനുമില്ല. ഒരു റേജ് ഉണ്ട്. നമുക്ക് ആ റേജ് അങ്ങ് ഇട്ട് കൊടുക്കാം. ആസ് ഓഫ് നൗ വലിയ സീനൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. നമുക്ക് ഇനിയും നമ്മുടെ ബിൽഡിങ്സ് എല്ലാം ഫുള്ള് കവർ ചെയ്യാനുണ്ട്. ഒരു ടോട്ടം സ്പെല്ല് നമ്മൾ ഇട്ടിട്ടുണ്ട്. അവന്മാരെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ബേസിക്കലി നമുക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പോൾ 3 ലൂൺസ് നമ്മളവിടെ ഇറക്കി. ബാക്കിയുള്ള ബാർബേറിയൻസ് ഇറക്കിയിട്ടുണ്ട്. ഒരു ആർച്ചർ ഇറക്കി, ഒരു ബോംബ് ഇറക്കിയിട്ടുണ്ട്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുക്കണം. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഹണ്ടേഴ്സും ഇറക്കിയിട്ടുണ്ട്. ബേസിക്കലി നമുക്കിനി കുറച്ച് ബിൽഡിങ്സ് കൂടെ ഉള്ളൂ. ചെറുതായിട്ട് സമയം. ഓക്കെ, സ്പെൽസ് നമുക്ക് ബേസിക്കലി ബാലൻസ് ഉണ്ട്. യെസ് ഗൈസ്, നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ യെസ്, നമുക്ക് ഒരു അറ്റാക്കും കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇനി അടുത്ത അറ്റാക്കാണ് ചെയ്യാൻ പോകണം. നമുക്കപ്പോൾ ബേസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ്. ഫയർ ബോൾ കറക്റ്റായിട്ട് ഈ സെൻറ്ററിൽ പ്ലേസ് ചെയ്താൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും കിട്ടാൻ പോണേ. സോ അറ്റാക്ക് അതിനനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഗ്രാൻഡ് വാർഡൻ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഫുൾ ഹീലേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ നമുക്ക് ഇന്ന് റെഗുലറായിട്ടൊന്ന് മോണിറ്റർ ചെയ്യണം. ഓക്കെ, ഗ്രാൻഡ് വാർഡൻ അത്യാവശ്യം മോട്ടർ ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഡാമേജ് കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. കറക്റ്റായിട്ട് തന്നെ ഡാമേജ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ അപ്പം തന്നെ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ വലിയ സീനൊന്നുമില്ല. ആ ആർച്ചർ ടവറും കൂടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഇൻവി ഇട്ട് നമുക്ക് നടുക്ക് ഗ്രാൻഡ് വാർഡൻ്റെ ഫയർ ബോൾ എത്തിക്കാം. യെസ്, പോയിട്ടുണ്ട്. ഓക്കെ, ഗ്രാൻഡ് വാർഡനെ ഫ്രീസ്. യെസ് ഗൈസ്, ഗ്രാൻഡ് വാർഡൻ ഫ്രീസ് ആക്കിയിട്ടുണ്ട്. അവിടെ ഇൻവി, ഇവിടെ ഇൻവി, ഇപ്പുറത്തൊരു ഇൻവി. ഗ്രാൻഡ് വാർഡൻ ഫയർ ബോൾ കറക്റ്റായിട്ട് നടുക്ക് പോയിട്ടുണ്ട്. ഫുള്ള് ഓക്കെ, പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മീറ്റിയർ ഗോളം നമ്മൾ സൈഡിൽ കൂടെ ഇറക്കിയിട്ടുണ്ട്. ക്ലാൻ കാസിൽ സി ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ബാക്കി മീറ്റിയർ ഗോളം നമുക്ക് ഇപ്പുറത്ത് സൈഡിൽ കൂടെ ഇറക്കി. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കിങ് നമുക്ക് ഇറക്കണം. ബേസിക്കലി നമ്മുടെ ഷിറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവെഞ്ച് ടവർ പോയിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ചെറിയൊരു ടാസ്ക്കാണ്. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിലവിൽ വലിയൊരു സീനൊന്നുമില്ല. ഒരു പോയിസൺ നമ്മൾ ആ ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഒരു ടോട്ടം സ്പെല്ല് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇടാം. റോയൽ ചാമ്പ്യനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ നേരെ തന്നെ അങ്ങോട്ടാണ് പോകുന്നത്. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ബേസിക്കലി. ഓക്കെ, നിലവിൽ വലിയ സീനൊന്നും കാണുന്നില്ല. അവിടെ റൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഷിറ്റ്, ഒരു ഇൻവി ടു
റോയൽ ചാമ്പ്യൻ ആ റിവെഞ്ച് ടവറിനെ ടാർഗറ്റ് ചെയ്യാനാണ് ഞാൻ അവിടെ ഇട്ടത്. പക്ഷേ എൻ്റെ റോയൽ ചാമ്പ്യൻ അവിടെ ടാർഗറ്റ് ചെയ്യുന്നില്ല. റോയൽ ചാമ്പ്യനാണ് ഞാൻ അവിടെ റേജ് ഇട്ട് കൊടുത്തത്. യെസ്, റിവെഞ്ച് ടവർ പെർഫെക്റ്റ് ആയിട്ട് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ബാർബിയറിൻസ് ടോപ്പ് സൈഡ് ക്ലീനപ്പിന് വേണ്ടി കൊടുത്തു. ഓക്കെ, വലിയ സീനൊന്നും ഇല്ലാതെയാണ് നിലവിൽ പോകുന്നത്. ഒരു ബോംബും കൂടെ ഉണ്ട് ഗൈസ്. ബോംബ് വേണമെങ്കിൽ ഒന്ന് അവിടെ ഒരു ബോംബ് ഇട്ടേക്കാം. കിങ്ങിൻ്റെ എബിലിറ്റി കിങ് ക്വീനൊക്കെ ഉണ്ട്. ഓക്കെ, ഗുഡ്. 2 ലൂൺസ് ഉണ്ട്, 3 ലൂൺസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നിലവിൽ വലിയ സീനൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കിങ്ങിൻ്റെ ഫയർ ബോൾ അല്ല, കിങ്ങിൻ്റെ ബോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. യെസ്, ഒരു ബാർബേറിയൻ അവിടെ ഇറക്കി. ബാക്കി ബാർബിയൻസിനെ നമ്മൾ കൈറ്റ് സൈഡിൽ ഇട്ടിട്ടുണ്ട്. ക്ലീനപ്പിന് വേണ്ടിയാണ് നമ്മുടെ പ്ലാൻ. ആർച്ചർ ഇറക്കി. ഓക്കെ, ഗുഡ്. ബേസിക്കലി നമ്മുടെ സസ്പെൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. നമ്മുടെ മീറ്റിയർ ഗോളം അത്യാവശ്യം അവിടെ നല്ല പോലെ ഡാമേജ് കിട്ടുന്നുണ്ട്. ഒരു ഹെഡ് ഹണ്ടർ ഉണ്ട്, അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നോ സീൻ. ബേസിക്കലി യെസ്, സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ സിമ്പിളായിട്ട് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി ഈ അറ്റാക്ക് പെർഫെക്റ്റ് സാധനമാണ്. നമുക്ക് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും ഇത് വർക്കാവില്ല. ഫസ്റ്റ് ഈ ഗ്രാൻഡ് വാർഡൻ്റെ ഫയർ ബോൾ വീഴാൻ സ്ഥലം കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം. ടൈമിംഗ് തെറ്റിക്കഴിഞ്ഞാൽ അറ്റാക്ക് പോയി. അപ്പോൾ ടൈമിംഗ് അത് നമ്മൾ ഡെയിലി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ആ ഒരു അറ്റാക്കിൻ്റെ ഒരു സ്ട്രാറ്റജി കിട്ടാൻ പറ്റുമോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക ഗൈസ്.